കണ്ണാ, എടാ എൻ്റെ കുഞ്ഞ്. ഹരിയുടെ പരിഭ്രാന്തി നിറഞ്ഞ സ്വരം, വേവലാതി നിറഞ്ഞ അവൻ്റെ മുഖം. കണ്ണൻ്റെ നെഞ്ച് പിടഞ്ഞു. ഒന്നുമില്ലടാ, ടെൻഷനാവല്ലേ. ലല്ലമോൾക്ക് ഒരു കുഴപ്പവുമില്ല. അവളെ നമ്മൾ കണ്ടുപിടിക്കും. കണ്ണൻ ഹരിയുടെ തോളിൽ അമർത്തി പിടിച്ചു. എന്ത് ചെയ്യണമെന്നും എവിടെ പോയി അന്വേഷിക്കണമെന്നും എനിക്കറിയില്ലടാ. ഹരി നെറ്റി തടവിക്കൊണ്ട് കണ്ണനെ നോക്കി. എന്ത് ചെയ്യണമെന്നും ആരാണിതിന് പിന്നിലെന്നും എനിക്കറിയാം, നീ വാ. ഹരിയുടെ ബൈക്കിലേക്ക് കയറിയിരുന്നു കൊണ്ട് കണ്ണൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അവൻ്റെ മനസ്സിലെന്തോ ഉണ്ടെന്ന് മനസ്സിലായതും പിന്നൊരു ചോദ്യത്തിന് ഇട കൊടുക്കാതെ ഹരി അവൻ്റെ പിന്നിലേക്ക് കയറിയിരുന്നു. വൈകുന്ന ഓരോ നിമിഷവും കൂടുതൽ അപകടത്തിലായേക്കാമെന്നൊരു ചിന്തയുള്ളത് കൊണ്ട് തന്നെ കണ്ണൻ നല്ല സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത്. എന്നിട്ടും അത് പോരാന്ന് പിന്നിലുള്ള ഹരിക്ക് തോന്നി. അവൻ്റെ കണ്ണുകൾ അപ്പോഴും നാലുപാടും ചിതറിത്തെറിച്ചു. ആ കുഞ്ഞുമുഖം കൺമുന്നിൽ കാണിച്ചു തന്നാൽ മാത്രം ശാന്തമായിക്കൊള്ളാം എന്നൊരു വാശിയുള്ളതുപോലെ ഹൃദയം അതിദ്രുതം മിടിക്കുന്നുണ്ട്. ഹരിയുടെ അരികിലേക്ക് കണ്ണൻ വരികയായിരുന്നു. വിവരങ്ങളെല്ലാം ഹരിയാണ് അവനെ അറിയിച്ചത്. ഹരിയെ കൂടി അവിടെ നിന്ന് മാറ്റാൻ അവർ ശ്രമിക്കുമെന്ന് കണ്ണന് ഉറപ്പുണ്ടായിരുന്നു. റിമിയെ കൂടി ഇല്ലാതാക്കിയാൽ ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. റിമിയുടെ പേരിൽ കണ്ണനെ പുറം ലോകം ഇനി കാണിക്കാനാവാത്ത വിധം കുരുക്കിക്കളയാമെന്നും അവർ മോഹിച്ചു കാണും. ജോൺ വന്നെന്നിറഞ്ഞതും കണ്ണൻ്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞു. തന്നെ കാണുമ്പോൾ എന്തായിരിക്കും അയാളുടെ റിയാക്ഷൻ? ബൈക്കിൽ മുന്നോട്ട് കുതിക്കുമ്പോഴും കണ്ണൻ്റെ മനസ്സിൽ അതുതന്നെയായിരുന്നു. തനിക്ക് നേരെയുള്ള കുരുക്ക് ഇച്ചിരി അഴിഞ്ഞു മാറിയെങ്കിലും റിമിയുടെ അവസ്ഥ അപ്പോഴും അവനെ വേദനിപ്പിച്ചു. അതറിഞ്ഞു വന്ന അവളുടെ ഡാഡിയുടെ മുഖം അവനെ ശ്വാസം മുട്ടിച്ചു. 10 മിനിറ്റ് കൊണ്ടവൻ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിലേക്ക് വണ്ടി ഓടിച്ചു കയറ്റി. എടാ, വീണ്ടും ഇവിടെ? ഹരി കണ്ണൻ്റെ തോളിൽ പിടിച്ചുലച്ചു. നീ ഇറങ്ങ് ഹരി, നിന്റെ മോള് എവിടെയെന്ന് പറഞ്ഞു തരാൻ ഇവിടെ ആളുണ്ട്. കണ്ണൻ്റെ മുഖം വലിഞ്ഞു മുറുകി. ഹരി അവനെ നോക്കിയതിനു ശേഷം ഇറങ്ങി. അവന് പിറകെ കണ്ണനും. വാ. ബൈക്കിൻ്റെ കീ ഊരിയെടുത്ത് അത് ഹരിക്ക് നേരെ ഇട്ടുകൊടുത്തുകൊണ്ട് കണ്ണൻ മുന്നോട്ട് നടന്നു. ലിഫ്റ്റിനടുത്തേക്ക് ഓടിക്കയറി പോകുന്ന അവനോടൊപ്പം ഹരിയും ധൃതിയിൽ നടന്നു. ലല്ലുമോളെ ഓർക്കുമ്പോൾ ഹൃദയം പിടയുന്നുണ്ടെങ്കിലും ഒന്നും കാണാതെ കണ്ണൻ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരില്ലെന്ന് ഹരിക്ക് ഉറപ്പുണ്ടായിരുന്നു. റിമിയെ കിടത്തിയിരിക്കുന്ന ICUവിൻ്റെ അരികിലെത്തുമ്പോൾ അവിടെ പതിവില്ലാത്ത ആൾക്കൂട്ടം. ഈശ്വര! കണ്ണനും ഹരിയും അറിയാതെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പരസ്പരം നോക്കി. വന്നേ ഹരി. ഓടും പോലെ മുന്നോട്ട് ചെന്നിട്ട് കണ്ണൻ ആളുകളെ വകഞ്ഞു മാറ്റി. കൺമുന്നിൽ കണ്ട കാഴ്ച. സംതൃപ്തിയോടെ കണ്ണൻ ഹരിയെ തലചിരിച്ചു നോക്കി. ഹരി മിഴിച്ച കണ്ണോടെ അവനെയും കാർത്തികിനെയും ജിതിനെയും ലോക്കിട്ട് പിടിച്ചുകൊണ്ട് സെബാൻ. കണ്ണൻ്റെ ചുണ്ടിലേക്ക് ഒരു ചിരി ഇരച്ചെത്തി. ആ അവസ്ഥയിലും ജോണിനെ തേടി അവൻ്റെ കണ്ണുകളോടി. ആദിയും സിദ്ധുവും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഓവർ ആക്ടിങ് അപകടമാണ് കാർത്തിക്. സെബാൻ്റെ മുഴയുള്ള സ്വരം അവിടെ മുഴുവൻ മുഴങ്ങി. ദേ, ഈ നിൽക്കുന്ന കിരൺ വർമ്മയാണ് റിമി മരിയയെ റേപ്പ് ചെയ്ത് കൊല്ലാൻ നോക്കിയതെന്ന് എന്നെ വിളിച്ച് ആദ്യം അറിയിച്ചത് താനല്ലേ? സെബാൻ്റെ നോട്ടം കാർത്തികിന് നേരെ കൂർത്തു. തല ഉയർത്തി നോക്കാതെ തന്നെ അവൻ അതേന്ന് തലയാട്ടി. കോൺഫിഡൻസ് ആവാം, പക്ഷേ അതും ഓവറായ പ്രശ്നമാണ്. സെബാൻ പരിഹസിച്ചു. ഇതൊക്കെ പഴഞ്ചൻ ഏർപ്പാടല്ലേ കാർത്തിക്? വളരെ വളരെ പഴയ മോഡൽ ഐഡിയ. കുറ്റം ചെയ്തിട്ട് താനൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള ഭാവത്തിൽ പ്രതിയെ തിരഞ്ഞിറങ്ങുക. പ്രതിയെ കണ്ടുപിടിക്കാൻ ഏതറ്റം വരെയും പോകാൻ നാട്ടുകാർക്ക് ഊർജം കൊടുക്കുക. പ്രതിയെ കണ്ടുപിടിക്കാൻ പോലീസ് സ്റ്റേഷനിൽ സത്യാഗ്രഹം ഇരിക്കുക. ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് കുറഞ്ഞ കളികളൊക്കെ ഇപ്പോൾ ഔട്ട് ഓഫ് ഫാഷൻ ആയതൊന്നും നീ അറിഞ്ഞില്ലേ? ആ കാഴ്ച കാണാൻ നിന്നവരൊക്കെ ചിരി പടർത്തി സെബാൻ്റെ വാക്കുകൾ. തെളിവൊക്കെ കണ്ട് ബോധ്യമായ സ്ഥിതിക്ക് നമുക്ക് പോയാലോ ഇനി? കാർത്തികിൻ്റെ തോളിൽ പിടിച്ച് മുന്നോട്ടുന്തിക്കൊണ്ട് സെബാൻ ചോദിച്ചു. 2 കൈയിലും വിലങ്ങുള്ളതുകൊണ്ട് കാർത്തിക് വീഴാനാഞ്ഞു. ജിതിൻ തോളുകൊണ്ട് അവനെ താങ്ങി. അവൻ്റെ കയ്യിലും വിലങ്ങാണ്. കൂടി നിൽക്കുന്ന ജനങ്ങൾ വഴിമാറിക്കൊടുത്തു. സെബാൻ കണ്ണനെ ഒന്ന് നോക്കിയിട്ട് തിരിഞ്ഞു നടന്നു. അവൻ എങ്ങനെ പിടിയിലായെന്നും അവനെതിരെയുള്ള തെളിവുകൾ എങ്ങനെ കിട്ടിയെന്നും സെബാനോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു കണ്ണന്. പക്ഷേ അതിനിപ്പോൾ പറ്റിയൊരു സിറ്റുവേഷൻ അല്ലെന്ന് തോന്നി. അവന് ആഗ്രഹം ഉള്ളിലൊതുക്കി. ഹരി. കണ്ണൻ വിളിക്കുമ്പോൾ ഹരി അവനെ നോക്കി. നിന്റെ മോൾ എവിടെയെന്ന് അവന്മാർക്കറിയാം. നിന്നെ കൂടി ഇവിടെ നിന്ന് മാറ്റാൻ അവന്മാർ കണ്ടുപിടിച്ച ഐഡിയ ആയിരിക്കും ഇത്. കണ്ണൻ സെബാൻ പോകുന്നത് നോക്കി പറഞ്ഞു. സാർ. അവൻ പറഞ്ഞു മുഴുവനാക്കും മുന്നേ ഹരി സെബാൻ്റെ നേർക്ക് ഓടിയിരുന്നു. കാർത്തിക് വിളിച്ച് പറഞ്ഞതനുസരിച്ച് മഹേഷ് ലല്ലുവിനെയും കൊണ്ടുവന്നു. സെബാൻ ഏർപ്പാട് ചെയ്തൊരു കെണിയാണെന്നറിയാതെ മഹേഷ് ആവേശത്തിലാണ് എത്തിയത്.
ചെയ്തു പോയൊരു മഹാ അപരാധം ഇനിയാരും അറിയില്ലെന്ന് ആശ്വസിച്ചിരുന്ന അവൻ്റെ മുന്നിലേക്ക് സബാൻ കൈവിലങ്ങുമായാണ് ചെന്ന് നിന്നത്. മോളെ! പാറു തട്ടിപ്പറിക്കും പോലെ ലല്ലുവിനെ ഹരിയുടെ കയ്യിൽ നിന്നും വാരിയെടുത്തു. ലല്ലുമോൾക്ക് അവളുടെ വെപ്രാളമെല്ലാം കണ്ടിട്ട് നാണം വന്നിട്ടുണ്ട്. എന്താ സംഭവിച്ചത് ഹരിയേട്ടാ? അജു ചോദിച്ചു. അതേ ചോദ്യം സീതയുടെയും പാറുവിൻ്റെയും കണ്ണിലുണ്ടായിരുന്നു. കാർത്തിക് തന്നെ പിന്നിൽ. മനോജാണ് മോളെ കൊണ്ടുപോയത്. മെയിൻ ഉദ്ദേശം ഹരിയെ ഐസിയുവിൻ്റെ മുന്നിൽ നിന്നും മാറ്റുക എന്നത് തന്നെ. ഹരി പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് സംശയമുണ്ടായിരുന്നു. അവർക്കറിയാം എവിടെ തൊട്ടാൽ അവന് പൊള്ളുമെന്ന്. ഹരിയുടെ തോളിൽ കൈയിട്ട് പിടിച്ചുകൊണ്ടാണ് കണ്ണൻ പറഞ്ഞത്. സീത കണ്ണൻ്റെ നേരെയാണ് നോക്കിയത്. ഒറ്റ ദിവസം കൊണ്ടവൻ വല്ലാതെ തളർന്നു പോയിരിക്കുന്നു. കുസൃതി നിറച്ച കണ്ണുകൾക്ക് പറയാനുള്ളത് അന്നവൻ്റെ നീറുന്ന ഹൃദയത്തിൻ്റെ വേദനയാണ്. പാറിപ്പറന്ന മുടിയിടകളും കലങ്ങി ചുവന്ന മിഴികളും അവനുള്ളിലെ സംഘർഷം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഹരി നോക്കുന്നുണ്ടെന്ന് ഉറപ്പായതുകൊണ്ട് പാറു ആ ഭാഗത്തേക്ക് തന്നെ നോക്കുന്നില്ല. ചിറ്റയുടെ പൊന്നു പേടിച്ചോ? സീത അവളെ തലോടി. ഇല്ല. ലല്ലു നിസ്സാരതയോടെ പറഞ്ഞു. ഇല്ലേ? പാറു നെറ്റി ചുളിച്ചുകൊണ്ടവളെ അടർത്തി മാറ്റി ആ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ലമ്മേ. ലല്ലു അതേ ഭാവത്തിൽ പറഞ്ഞു. അതെന്താടി കാന്താരി, നിനക്കിത്രയും ധൈര്യമുണ്ടോ? കണ്ണൻ ലല്ലുവിൻ്റെ മൂക്കിൽ പിടിച്ചുലച്ചു. അങ്കിൾ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അങ്കിളിന് ലല്ലുമോളെ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണല്ലോ അല്ലേ? കണ്ണനുള്ള ഉത്തരം ലല്ലു പറഞ്ഞത് ഹരിയെ നോക്കിയിട്ടാണ്. ഹരിയുടെ കണ്ണുകൾ നിറഞ്ഞു. പാർവിൻ്റെ കയ്യിൽ നിന്നും അവൻ ലല്ലുവിനെ പിടിച്ചു വാങ്ങി. ആ കുഞ്ഞു ദേഹം പൊതിഞ്ഞു പിടിച്ചു. തോളിൽ കിടത്തി പുറത്ത് തട്ടിക്കൊടുക്കുന്നതിനിടെ തോളുകൊണ്ടവൻ കണ്ണു തുടച്ചു. എൻ്റെ മോളല്ലേ, എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. വീണ്ടും വീണ്ടും അവൻ ആ കുഞ്ഞിനെ ഇറുക്കി പിടിച്ചു. കരച്ചിൽ വന്നതുകൊണ്ടാണ് സീത കണ്ണനെ നോക്കിയത്. അതറിഞ്ഞതുപോലെ കൈനീട്ടി അവൾ അവനെ വലിച്ചു ചേർത്തു. അജു അകത്തേക്ക് കയറിപ്പോയിരുന്നു. നീ മോൾക്കെന്തെങ്കിലും കഴിക്കാൻ കൊടുക്കലച്ചു, കണ്ണൻ പറഞ്ഞു. സീത ചിരിയോടെ ഹരിയുടെ കയ്യിൽ നിന്നും ലല്ലുവിനെ എടുത്തു. വിട്ടുകൊടുക്കാൻ മനസ്സിലായിരുന്നുവെങ്കിലും അവൾക്ക് വിശക്കുന്നുണ്ടാകുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഹരി അവളെ സീതയെ ഏൽപ്പിച്ചു. കുഞ്ഞുമായി അകത്തേക്ക് പോയ സീതയ്ക്ക് പിറകെ കണ്ണനും പോയിരുന്നു. ഹരിക്കും പാറുവിനും വേണ്ടി ഒഴിഞ്ഞു കൊടുത്തതുപോലെ. തൊണ്ടയിൽ തടഞ്ഞൊരു കരച്ചിലമർത്താൻ പാറു നല്ലതുപോലെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ഹരിക്കത് മനസ്സിലായി. അവൻ അവളുടെ അരികെ ചെന്ന് നിന്നു. പാറുവിൻ്റെ മുഖം വീണ്ടും താഴ്ന്നു. അവൾക്കത് ഇഷ്ടാവോ എന്നൊരു ആശങ്കയോടെ തന്നെയാണ് ഹരി വിരൽ കൊണ്ട് അവളുടെ മുഖം ഉയർത്തിയത്. പിടക്കുന്ന മിഴികൾക്ക് മുന്നിൽ അവനൊരു നിമിഷം നിശ്ചലമായി. ഇഷ്ടം പറഞ്ഞതിൽ പിന്നെ ഈ മുന്നിൽ ഈ കണ്ണുകൾക്ക് നേരെ നിന്നിട്ടില്ല എന്നവൻ ഓർത്തു. നീർമുത്തുകൾ തിളങ്ങുന്ന ആ മിഴിയാഴങ്ങളിൽ ഹരി അവനെയാണ് തിരഞ്ഞത്. അവൾക്കിനിയും സമയം വേണ്ടിവരുമെന്ന് നല്ലതുപോലെ അവനറിയാമായിരുന്നിട്ടും അവൻ ആ നിമിഷം അങ്ങനൊരു കാഴ്ചയ്ക്ക് വേണ്ടി ഒരുപാട് കൊതിച്ചു പോയിരുന്നു. ഇനിയും എന്തിനാ പാറു കരയുന്നത്? എനിക്ക് ജീവനുണ്ടെങ്കിൽ എൻ്റെ മോളെ ഞാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞതല്ലേ? കവളിലേക്ക് കുതിച്ചു ചാടാൻ ഒരുങ്ങിയ കണ്ണുനീര് കൈകൾ കൊണ്ട് തുടച്ചു മാറ്റി ഹരി പതിയെ ചോദിച്ചു. കേട്ടില്ലേ നീ? എൻ്റെ മോൾക്കെന്നെ എത്രമാത്രം വിശ്വാസമുണ്ടെന്ന്. ഹരി അഭിമാനത്തോടെ അവളെ നോക്കി. ഇനി എപ്പോഴാ ഈ അമ്മയെ എന്നെ മനസ്സിലാക്കുന്നത്, എന്നോടൊപ്പം ചേരുന്നത്? എനിക്ക് ശ്വാസമുട്ടൽ സഹിക്കാൻ വയ്യടി. ഹരി അവളുടെ കവളിൽ കൈ ചേർത്ത് പിടിച്ചു. പാറു വിറച്ചുകൊണ്ടവൻ്റെ കയ്യിൽ അള്ളിപ്പിടിച്ചു. ഒന്നും വേണ്ട, നിനക്കിഷ്ടമില്ലാതെ നിന്റെ വിരൽത്തുമ്പിൽ പോലും ഞാൻ സ്പർശിക്കില്ല. എനിക്കെന്നും നിന്നെ കണ്ടാൽ മാത്രം മതി പാറു. നീയും മോളും എൻ്റെ അരികിലുണ്ടായാൽ മതി. ആയുസ് തീരുവോളം കാത്തിരിക്കും. പക്ഷേ എനിക്ക് വല്ലാതെ കൊതിയാവുന്നു പാറു നിന്നോടൊപ്പം ചേരാൻ. ഹരിയുടെ സ്വരം ആർദ്രമായി. നെഞ്ചിൽ ചേർത്ത് ആത്മാവിൻ്റെ ആഴമളക്കം പോലൊന്ന് കെട്ടിപ്പിടിക്കാൻ ഹരിക്ക് അതിയായ മോഹം തോന്നിയിരുന്നു. അവൾക്കത് വേദനിക്കുമെന്നൊരൊറ്റ കാരണം കൊണ്ടവൻ അവളിൽ നിന്നും അകന്നു മാറി. ഹൃദയം അപ്പോഴും സന്തോഷത്തിൻ്റെ ഏറ്റവും നെറുകയിലായിരുന്നു. ലല്ലുവിനെയും കൊണ്ട് സീത അടുക്കളയിലേക്കാണ് ചെന്നത്. ലല്ലുവിന് ചായയും പലഹാരങ്ങളും എടുത്തു കൊടുത്തു. അവൾ എത്ര അടക്കി പിടിച്ചിട്ടും മതിയാവാത്തതുപോലെ തോന്നി സീതയ്ക്ക്. വീണ് കിടക്കുന്ന പാർവതി എൻ്റെ മോളെ എന്നൊരു നിലവിളിയോടെ ഉണർന്നതും നെഞ്ചിലൂടെ ഒരു മിന്നൽ പാഞ്ഞൊളിച്ചിരുന്നു. അജുവിനൊപ്പം പാതി ജീവനോടെയാണ് വീട്ടിലേക്ക് വന്നതെങ്കിലും തളർന്നിരിക്കാൻ നേരമില്ലായിരുന്നു. അല്ലെങ്കിലും തളർച്ചകളും അവഹേളനങ്ങളുമല്ലേ മനുഷ്യൻ്റെ കരുത്തറിയിച്ചു കൊടുക്കുന്നത്. ഹരിയെ 2 പ്രാവശ്യം വിളിച്ചിട്ടും കിട്ടിയില്ലെന്നത് നെഞ്ചടിപ്പ് കൂട്ടി. പിന്നെ സഹായം ചോദിക്കാനുള്ളവൻ. അവൻ്റെ ഓർമ്മയിൽ തന്നെ ഹൃദയം വിറച്ചു തുടങ്ങിയിരുന്നു. യാതൊരു തെറ്റും ചെയ്യാതെ
തലകുനിച്ച് ഇറങ്ങിപ്പോയവൻ ഹൃദയത്തിലേൽപ്പിച്ച മുറിവിൽ നിന്നും രക്തം കിനിഞ്ഞു. ജയിലഴിക്കുള്ളിൽ വേദനിക്കുന്ന അവനെ ഓർത്ത് വെന്ത് നീറി. എന്ത് വേണമെന്നറിയാതെ വീണ്ടും നിലത്തേക്ക് കുഴഞ്ഞിരുന്നു. ആച്ചു അവൻ്റെ കൂട്ടുകാരെ കൂട്ടി അന്വേഷണത്തിനിറങ്ങിയിരുന്നു. ഭ്രാന്തിയെപ്പോലെ പാർവതി പിച്ചും പേയും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിനിടയിൽ ഫോൺ എടുത്തുകൊണ്ട് ഹരിയുടെ നമ്പറിൽ വിളിക്കുന്നതും അവനെ വിളിച്ച് കരയുന്നതും കണ്ടിട്ടാണ് ആ ഫോൺ പിടിച്ചു വാങ്ങിയത്. ഹരി പറഞ്ഞ മറുപടി അതേപടി അവളോട് പറഞ്ഞു. പിടിച്ചു കെട്ടിയതുപോലെ ആ കരച്ചിൽ നിന്നുപോയി. നിലത്ത് നിന്നും എഴുന്നേറ്റ് കൊണ്ടവൾ ഉമ്മറപ്പടിയിൽ പോയിരുന്നു. കണ്ണുകൾ അപ്പോഴും വഴിയിലേക്ക് നീണ്ടു. ഹരി മോളെ കൊണ്ടുവരുമെന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള ആ ഇരുത്തം നെഞ്ചിലെ നെരിപ്പോടിന് മേലെ ഇച്ചിരി വെള്ളമൊഴിച്ചതുപോലെയായിരുന്നു. ചിറ്റയെന്താ മിണ്ടാത്തെ? ലല്ലുമോളാണ് തൊട്ട് വിളിച്ചത്. ചിറ്റയുടെ പൊന്നെന്താ ചോദിച്ചത്? സീത അവളുടെ താടിയിൽ പിടിച്ചു കൊഞ്ചിച്ചു. ഒന്നുമില്ല. ലല്ലു പിണങ്ങിയതുപോലെ അവളുടെ മടിയിൽ നിന്നും ചാടി ഇറങ്ങിപ്പോയി. സീതയ്ക്ക് ചിരി വന്നു അവളുടെ ആ പോക്ക് കണ്ടപ്പോൾ. അവളും എഴുന്നേറ്റുകൊണ്ട് ഹാളിലേക്ക് ചെന്നു. പോകും വഴിയിൽ കണ്ടു അവളുടെ മുറിയിൽ കമിഴ്ന്നു കിടക്കുന്ന കണ്ണനെ. സീതയുടെ നെറ്റി ചുളിഞ്ഞു. ഇതെപ്പോൾ വന്ന് കിടന്നാവോ? അവൾ അകത്തേക്ക് ചെന്നു. കണ്ണടച്ച് കിടപ്പുണ്ട്. ആ മുഖത്തേക്ക് നോക്കിയതും അവൾക്കുള്ളിൽ വീണ്ടും സങ്കടമിരമ്പി. ഉള്ളുരുകിയാവും നടക്കുന്നത്. എത്രയെത്ര സങ്കടങ്ങളാണ് അവനീ ഒറ്റ ദിവസം കൊണ്ട് നേരിട്ടത്. അവൻ്റെ മുടിയിഴകളിൽ കൂടി സീതയുടെ വിരലുകൾ ഓടി നടന്നു. അവളുടെ സാമീപ്യം അറിഞ്ഞതുപോലെ കണ്ണൻ മുഖമുയർത്തി നോക്കി. അരികിലിരിക്കുന്ന അവളെ കണ്ടതും ഒറ്റ തിരിച്ചിൽ കൊണ്ടവൻ അവളുടെ മടിയിലേക്ക് മുഖം ചേർത്ത് വെച്ചു. അത്രമേൽ ഹൃദ്യമായൊരു ചേർത്ത് പിടിക്കൽ ആഗ്രഹിക്കുന്നത് പോലെ അവൻ അവളിലേക്ക് കൂടുതൽ ചുരുണ്ടുകൂടി. വയറിൽ അമരുന്ന അവൻ്റെ മുഖം വിറയിൽ നൽകുന്നുണ്ടെങ്കിലും സ്വന്തമാണെന്ന് അത്രമേൽ ഉറച്ചുകൊണ്ടവൻ കൊതിക്കുന്ന ആ സാന്ത്വനം തട്ടിമാറ്റാൻ അവൾക്കൊട്ടും തോന്നിയില്ല.